Hello, Morning. sir. Sri. How are you? Good. Good. Thank you for joining us. My pleasure. I'm Malvika Mohan. Welcome to Walk with Me. I am Govindan, chairman of Bima. Thank you so much. We are seen but not very closely. We are Yes, dealt with. I'm glad I could spend some time with you Okay, today. definitely. സർ നമുക്ക് ഇന്നത്തെ കഥയുടെ തുടക്കം സാറിൻ്റെ അച്ഛനിൽ നിന്നായാലോ? Okay. ഭീമ ഭട്ടർ. Bima Bhattar. Bima Bhattar എന്ന് പറഞ്ഞ അച്ഛൻ ഈസ് ബേസിക്കലി ഫ്രം കർണാടക. ഓക്കെ. കർണാടക ഉടുപ്പി അമ്പലമുണ്ട്. അതിനടുത്ത് ഒരു ഉദ്യാവന ഒരു ചെറിയൊരു കുഗ്രാമം. അവിടെയാണ് ജനിച്ചതും വളർന്നതും. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ 8ാം വയസ്സിലേക്ക് അങ്ങേരുടെ അങ്കിൾ ആലപ്പിയിൽ സെറ്റിൽഡായിരുന്നു. അപ്പം അങ്ങേരുമായിട്ട് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും എഡ്യൂക്കേഷനും എന്തെങ്കിലും വേറെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള ആലോചനയോടി 8ാമത്തെ വയസ്സിൽ ട്രെയിൻ കയറി ഇങ്ങോട്ട് ആലപ്പുഴയിൽ വന്നു. അപ്പം അങ്ങനെ അങ്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ഒരു അമ്പലത്തിലെ ഒരു പൂജ അരിയായിരുന്നു. അല്ലാണ്ട് അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കാപ്പി ചായക്കട അത് ചെയ്യുന്ന ഒരാളായിരുന്നു അങ്കിൾ, അച്ഛൻ്റെ. അപ്പം അത് കാലത്ത് പൂജയുടെ കാര്യങ്ങളൊക്കെ ഒരുപതി അങ്ങനെ പഠിച്ചത് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സ്കൂളിൽ പോയതിന് ശേഷം വൈകുന്നേരം ആകുമ്പം അങ്ങനെ ചായക്കടയിലും അത് സഹായിച്ചുകൊണ്ടിരുന്നു. ഇതാണ് അച്ഛൻ്റെ തുടക്കം, ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തുള്ള തുടക്കം. ഇത് എത്ര വയസ്സുള്ളപ്പോഴായിരിക്കും? അങ്ങേരുടെ 8ാം വയസ്സിലാണ് ഈ ആലപ്പുഴയിലേക്ക് വന്നത്. ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് അങ്ങേര് ബികോം പഠിക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം ഈ വാണ്ടഡ് ടു കണ്ടിന്യൂ സ്റ്റഡി. ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടുത്തെ കോളേജ് എഡ്യൂക്കേഷൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് ഈ വെൻ ബാക്ക് ടു ആലപ്പി. ആലപ്പി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അങ്കിളിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു കൊല്ലം കഴിയുമ്പം ഈ ആലപ്പുഴയിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റി ഒരു കാര്യം അങ്ങനെ മനസ്സിലാക്കി. അന്ന് ആലപ്പുഴ എന്ന് പറഞ്ഞ് അന്ന് കേരളം എന്ന് പറയുന്നത് 2 സ്റ്റേറ്റായിരുന്നു, ട്രാവൻകൂർ, കൊച്ചി. ട്രാവൻകൂർ ഏരിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ പട്ടണത്തിലാണ് അച്ഛൻ അദ്ദേഹം അങ്കിളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ആലപ്പുഴയിൽ ഒരു ചെറിയ പോർട്ടുണ്ടായിരുന്നു. പോർട്ട് എന്ന് വെച്ചാൽ 3 കിലോമീറ്റർ ദൂരെ കടലിൽ നിന്ന് ഷിപ്പ് ആങ്കർ ചെയ്ത് ഈ ട്രാവൻകൂർ സ്റ്റേറ്റിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് എല്ലാം, എല്ലാ പ്രോഡക്റ്റും, ഫുഡ് ഐറ്റംസ്, സിമെൻറ്റ് മുതൽ ബാക്കിയുള്ള എന്തൊക്കെയാണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് കൊയർ പ്രോഡക്ട്സ് ബാക്കിയുള്ള ഇവിടെ എന്താണോ അവർക്ക് ഔട്ട്സൈഡ് ആക്കാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന് ആലപ്പുഴ ഉണ്ടായിരുന്നു. അത് അങ്ങനെ അച്ഛൻ അത് മനസ്സിലാക്കി അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിൽ അങ്ങനെ ഈ ഒരു 5-6 മാസം കഴിയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയത് ഈ അവരുടെ ഒരു 4000-ഓളം വിദേശ 3000-4000 ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന മച്ചുവ ഷിപ്പിൽ നിന്ന് മച്ചുവയിൽ വന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഈ ലേബേഴ്സാണ് 4000. അവർക്ക് കിട്ടുന്ന മെയിൻ ഇൻകം എന്ന് പറയുന്നത് അവർ തരുന്ന രൂപയാണ്. രൂപ എന്ന് വെച്ചാൽ അവർ നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വേജസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കും അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കും പറ്റത്തില്ല, ആർക്കും പറ്റില്ല. അവർക്ക് കിട്ടിക്കൊണ്ടത് ഗോൾഡ് കോയിൻസ് ആയിരുന്നു. അവർക്ക് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തരുന്ന ഗോൾഡ് കോയിൻസ് അവർക്ക് എങ്ങനെ ഇന്ത്യൻ റുപ്പി ആയി കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു സംഗതി അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത് അച്ഛൻ മനസ്സിലാക്കിയിട്ട് ഗോൾഡ് കോയിൻ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിൽ കൊടുക്കുന്ന ഒരു ബിസിനസ് ചെയ്താൽ തുടങ്ങിയാൽ നല്ലൊരു ബിസിനസ്സിൽ ഫ്യൂച്ചർ നല്ലൊരു ഇൻകം കിട്ടാവുന്നൊരു രീതിയാണെന്ന് മനസ്സിലാക്കി അത് തുടങ്ങി. അങ്ങനെയാണ് ഗോൾഡുമായിട്ടുള്ള കണക്ഷൻ തുടങ്ങുന്നത്. ഭീമ ഭട്ടർ എന്ന് പറയുന്ന അച്ഛന് ഗോൾഡുമായിട്ടുള്ള കണക്ഷൻ അതങ്ങനെയാണ് തുടങ്ങുന്നത്. ഇമേജസിൻ്റെ രൂപത്തിൽ കിട്ടുന്ന നാണയം ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുന്ന രീതി കൊണ്ടുവന്നു. അതാണ് ഭീമ ഭട്ടർ എന്ന് പറഞ്ഞ അച്ഛൻ്റെ
ഭീമ ആൻഡ് ബ്രദർ എന്ന് പറയുന്ന ഭീമ ജുവലേഴ്സ് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ തുടക്കം. അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതുപോലുള്ള കൗണ്ടേഴ്സ് പോലൊന്നുമില്ല. താഴെ ഇരുന്ന് ചെറിയൊരു മേശ വരട്ട് താഴെ ഇരുന്നുകൊണ്ടുള്ള ബിസിനസ്. അപ്പോൾ അവിടെ ജ്വല്ലറി ഇല്ല, ഈ സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടുള്ള? അല്ല, സ്വർണ്ണം അത് സ്വർണം കിട്ടുമ്പോൾ അത് ജുവലറി ആക്കാൻ അവർക്ക് ജുവലറിയെ ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവർ നേരെ അവിടെ ഗോൾഡ് സ്മിത്ത് പണിക്കാരുടെ ഒക്കെ ചെന്നിട്ട് അവർക്ക് ആവശ്യം മാല, വള, കമ്മൽ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. ബാർട്ടർ സിസ്റ്റം പോലെ അവർ പൈസ കൊടുക്കും, ജുവലറി കൊടുക്കും. അപ്പോൾ അത് നേരിട്ട് മാർക്കറ്റിൽ കിട്ടുന്നൊരു രീതി അന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛന് ഇതിലൊരു ഡിമാൻഡ് ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കി. ഇതിങ്ങനെ മേടിക്കുന്നു, ചെയ്താൽ കൊടുക്കുന്നു, മേടിക്കുന്നു. ഇത് തുടങ്ങിയാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അമ്മയായിട്ട് ആലോചിച്ചു. ആദ്യമായിട്ട് അമ്മയുടെ കാലിലുള്ള കുലുസ് എടുത്ത് അമ്മ കൊടുത്തു, തുടങ്ങിക്കോ. അത് കഴിഞ്ഞ് മാലയും കൊടുത്തു, വളയും കൊടുത്തു. അതാണ് അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ. അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു അമൂല്യമായ ഇന്നത്തെ കണക്ക് കോടിക്കണക്കിന് വില വരാം. അതാണ് തുടക്കം, ഭീമ ജുവലറിയുടെ തുടക്കം. അതാണ് ഭീമ ജുവലറിയുടെ തുടക്കം. സോ അച്ഛനിൽ നിന്ന് പകർന്നു വന്ന ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ക്രക്സ് അതെന്താണ് സാറിന് അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? അച്ഛനിൽ നിന്ന് കിട്ടിയ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയതെല്ലാം അച്ഛനിൽ നിന്ന് മാത്രമാണ്. അച്ഛൻ ബിസിനസ് തുടങ്ങുമ്പോൾ അച്ഛൻ്റെ ബിസിനസ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കച്ചവടം വലുതാക്കിയിട്ട് കൗണ്ടറൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ 1978 അല്ല 75 അത് അങ്ങനെ ഒരു ഭീമ ആൻഡ് ബ്രദർ എന്ന അച്ഛൻ്റെ സഹോദരനുമായിട്ട് തുടങ്ങുമ്പോൾ ഭീമ ആൻഡ് ബ്രദർ എന്ന പേരിലാണ് തുടങ്ങുന്നത്. ആലപ്പുഴയിൽ അതാണ് തുടക്കം. ആ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ വെച്ചിട്ട് റീറ്റെയിൽ കൗണ്ടർ ഉണ്ടാക്കിയിട്ട് തുടങ്ങുന്നത്. അതാണ് ഭീമ ആൻഡ് ബ്രദറിൻ്റെ തുടക്കം. ഇത് 3-4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് എന്താ, സാധാരണ എല്ലാ കുട്ടികളും അവരുടെ പഠിത്തം കഴിഞ്ഞാൽ 9 to 5 10 to 4 എന്തെങ്കിലും ആയിരിക്കാം. അത് ഞാൻ വീട്ടിൽ ചെന്ന് കളിക്കാനും ഇല്ലെങ്കിൽ അച്ഛൻ വേറെ എന്തെങ്കിലും മാച്ചസ് എന്തെങ്കിലും നോക്കാനൊക്കെ ചിലവഴിക്കുന്നൊരു രീതിയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിത്തം കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ കൂടെ കച്ചവടം മനസ്സിലാക്കാനായിട്ടുള്ള രീതിയായിട്ട് അച്ഛൻ്റെ കൂടെ കടയിലിരിക്കാൻ തുടങ്ങി. അതാണ് ബിസിനസ്സിൻ്റെ എൻ്റെ തുടക്കം, ആദ്യ പാഠങ്ങൾ. അച്ഛൻ ചെയ്യുന്നത് എന്താണ്, അതിൽ എന്തൊക്കെ നമുക്ക് രീതിയിൽ നമുക്ക് പകർന്നെടുക്കാം, അത് ബിസിനസ്സിന് ബെനിഫിഷ്യലായിട്ട് എന്താണ്, അതിന് ഓപ്പോസിറ്റ് സൈഡിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതെന്താണ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് ഡൗട്ട്സ് എല്ലാം അച്ഛനോട് ചോദിക്കും, അച്ഛൻ പറഞ്ഞു തരും. അതാണ് ബിസിനസ്സിൻ്റെ അച്ഛൻ്റെ കാലത്തെ ബിസിനസ്. ഇത് 1978 ഞാൻ ഇപ്പം എറണാകുളത്ത് നമ്മുടെ ആദ്യത്തെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. അപ്പം ഞാനും എൻ്റെ ബ്രദറും അവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അത് അച്ഛൻ സഹായിക്കാനായിട്ട് തുടങ്ങിയപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് എറണാകുളത്ത് തുടങ്ങിയത്. 1978 എറണാകുളത്ത്, 1993 ട്രിവാൻഡ്രത്ത്. ഇന്നിപ്പോൾ 23 ഷോറൂം. ഇന്ന് 23 മൊത്തത്തിൽ ഞങ്ങൾ എല്ലാം കൂടി നിൽക്കുമ്പോൾ ഒരു 60-65 ഷോറൂം ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും തുടങ്ങുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഏകദേശം 40ഓളം ഷോറൂം. ഇത് അത് എൻ്റെ കൺട്രോളിൽ 25ഓളം ഷോറൂമുണ്ട്. അതിൽ 5 ഷോറൂം ഔട്ട്സൈഡും 20 ഷോറൂം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ. അതാണ് ഇപ്പോഴും നടക്കുന്നത്. ഇനി എക്സ്പാൻഷൻ്റെ 100 വർഷമായി ഭീമ തുടങ്ങിയിട്ട് 100 വർഷമായിട്ട് കഴിഞ്ഞ നവംബറിലാണ് ഡിസംബറിലാണ് ഭീമ ജുവലറിക്ക് ഞാൻ മാനേജ് ചെയ്യുന്ന MG റോഡിലെ ഈ ഷോറൂമിൽ ഒരു ദിവസത്തെ സെയിലിൽ എനിക്ക് ഗിന്നസ് അവാർഡ് കിട്ടി. ജുവലറി ഫീൽഡിൽ ഗിന്നസ് അവാർഡ് കിട്ടുന്നത് ഇതൊരാൾക്ക് കിട്ടിയിട്ടില്ല. ഇനി കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കത് കിട്ടാനുള്ള ഭാഗ്യം ദൈവം തന്നു.
കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സർ, ഭീമ ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു പര്യായമാണ് ട്രസ്റ്റ്. എവറിബഡി സെസ് ഇഫ് ഇറ്റ്സ് എ ട്രസ്റ്റഡ് ബ്രാൻഡ്. ഭീമയുടെ സ്വർണം ആണെങ്കിൽ ഒന്നും ആലോചിക്കാതെ വാങ്ങിക്കാം. ഈ ജനറേഷൻസ് ആയിട്ട് ഈ ഒരു ട്രസ്റ്റ് എങ്ങനെ നിലനിർത്തുന്നു? ഇത് അച്ഛൻ ഈ തുടങ്ങിയപ്പോൾ ഈ ജ്വല്ലറി ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത്തിൻ്റെ കാര്യം എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സ്വർണം എന്ന് പറയുന്നത് അമൂല്യമായ ഒരു വസ്തുവാണ്. അമൂല്യമായ വസ്തു നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ എങ്ങനെ വെക്കുന്നു അതുപോലെയാണ് സ്വർണം വെക്കുന്നത് എന്നുള്ളൊരു രീതി അച്ഛൻ കൊണ്ടുവന്നു. ഭീമ എന്ന സ്വർണം മേടിച്ച് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയെ വെക്കുന്ന പോലെ, ലക്ഷ്മി ദേവി എന്ന് വെച്ചാൽ ഭഗവാൻ, നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, നമ്മൾ മേടിക്കുന്ന ആ സ്വർണം ദേവിയുടെ ഒരു ശക്തിയായിരിക്കും. അത് ഭീമയെന്ന് മേടിച്ചാൽ അതിന് പ്രത്യേക ശക്തി കിട്ടും എന്നുള്ള രീതി അച്ഛൻ കൊണ്ടുവന്നു ഈ ബിസിനസ്സിൽ കൂടെ. അതാണ് ഭീമയുടെ സക്സസിൻ്റെ ഒരു രഹസ്യം. എനിക്കത് പറയുന്നതിൽ നല്ലൊരു അഭിമാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയാൻ, ഈ ബ്രാൻഡിങ്, നമുക്ക് ഈ ഭീമയുടെ ഒരു ബോയ്, എങ്ങനെയാണ് ഈ ഭീമ ബോയ് വന്നത്? അതിൻ്റെ പുറകിൽ ഞാനിത് ഇതാരും അധികം പറഞ്ഞിട്ടില്ല. ഇപ്പം പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛന് ആ മൊത്തത്തിൽ ഞങ്ങൾ 12 മക്കളാണ്. 6 പെൺകുട്ടികളും 6 ആൺകുട്ടികളും. ആദ്യത്തെ 4 കുട്ടികളും പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിൽ ഇതുവരെ നമ്മൾ ആൺകുട്ടികൾ വേണം, ബിസിനസ് റൺ ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ എന്നുള്ള മനസ്സിലൊരു ആലോചന വന്നപ്പോൾ ഒരു ആൺകുട്ടി കിട്ടിയാലോ എന്നുള്ള ഒരു രീതി മനസ്സിൽ തോന്നി. അത് ശരിക്കും പ്രാർത്ഥിച്ചു. മുല്ലക്കൽ ദേവിയായിരുന്നു, ആലപ്പുഴയായിരുന്നു. മുല്ലക്കൽ ദേവി പ്രാർത്ഥിച്ചപ്പോൾ 5ാമത്തെ ആൺകുട്ടിയായി. 5ാമത്തെ ആൺകുട്ടിയായപ്പം അതിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി അതിനായിട്ട് ആ കുട്ടിയുടെ ഒരു ചെറിയ കുട്ടി രൂപത്തിലുള്ള രൂപമാണ് അച്ഛൻ അന്ന് ബ്രാൻഡായിട്ട് ഭീമയുടെ ബോയ് ഉണ്ടല്ലോ, അങ്ങനെയാണ് വന്നാലുള്ള ഒരു സാഹചര്യം. ആരാണ് ആദ്യത്തെ ഭീമ ബോയ്? ആരാണ് അത്? അച്ഛൻ കൊണ്ടുവന്നത് ആ കുട്ടി ആദ്യത്തെ 5ാമത്തെ മകൻ ആൺകുട്ടിയല്ലേ. പേരെന്താണ്? ശ്രീനിവാസൻ, ഡോക്ടർ ശ്രീനിവാസൻ. 2 കൊല്ലം മുമ്പ് അങ്ങനെ മരിച്ചുപോയി. അങ്ങയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ബിസിനസ് അച്ഛൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ബിസിനസ്സിൽ പോയാൽ അച്ഛൻ്റെ നോക്കാനായിട്ട് ആരും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ MBBS പഠിച്ചിട്ട് ഡോക്ടറായിട്ട് തന്നെ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് അച്ഛൻ്റെ എന്ത് ഒരു ചെറിയ ജലദോഷം വന്നാലും അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് അച്ഛൻ്റെ കൂടെ പരിചരിക്കാനുള്ള രീതി കൊണ്ടുവരാൻ വേണ്ടിയാണ് MBBS അങ്ങനെ അക്സെപ്റ്റ് ചെയ്തത്. ബിസിനസ്സിൽ ഉണ്ടായ ബിസിനസ് വേറെ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കാം. ഇതാണ് വീട്ടിൽ തന്നെ ഇരുന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വരാം, അച്ഛൻ്റെ കൂടെ ഇരുന്ന് അച്ഛനെ ഹെൽത്ത് നോക്കാനുള്ള ഒരു രീതി കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള ഇപ്പോൾ പുതിയ ജനറേഷൻ സാറിൻ്റെ മക്കളുടെ മക്കളൊക്കെ ബിസിനസ്സിൽ വന്നു. അതെ, ഇപ്പോൾ അവർ നമുക്ക് ബിസിനസ് ഇത് നമുക്ക് ചെയ്യാം, ഒരു പരിധിയുണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ ഇതിപ്പം നമ്മുടെ ഇതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രായം അതിലൊരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം? ഈ ലെഗസി വരണ്ടേ, കണ്ടിന്യൂ ആയിട്ട് വരണ്ടേ? അപ്പം മക്കളെ, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. 3 പേരെയും ബിസിനസ്സിൻ്റെ രീതിയിലെല്ലാം പഠിപ്പിച്ചു. ആദ്യമൊക്കെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. എഡ്യൂക്കേഷൻ ആദ്യം എന്നെ പോലെ തന്നെ അവർക്കും എഡ്യൂക്കേഷൻ്റെ കൂടെ സ്വർണ്ണാഭരണങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് പകർന്നു കൊടുത്തു. അത് ആർന്നു കൊടുത്തതിൻ്റെ സ്ട്രെങ്ത്തിലോടുകൂടി അവരും ഇപ്പം അതിൽ തന്നെ സഹായിക്കുകയാണ്. ഓരോരുത്തർ അക്കൗണ്ട്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും മാനുഫാക്ചർ ആണെങ്കിലും സർവീസ് ആണെങ്കിലും HR ആണെങ്കിലും എന്ത് അവർക്ക് ഓരോരുത്തർ പകർന്നു കൊടുത്തു. അതവർ മാനേജ് ചെയ്ത് ബിസിനസ്സിന് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കിപ്പം ഞാനില്ലെങ്കിൽ തന്നെ അവർ മാനേജ് ചെയ്യാൻ, പക്ഷേ
ഇനി പുതിയ രീതിയിലുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹോൾ മാർക്കിംഗ് തുടങ്ങിയിട്ട് കുറേ കൊല്ലമായിരുന്നു. അതിനെപ്പറ്റി ആർക്കും അറിയില്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പ്യൂരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണം. പണ്ടൊക്കെ ഉരച്ച് നോക്കുന്നൊരു സിസ്റ്റമാണ്. ഇപ്പോഴെല്ലാം മെഷീൻ വന്നു. ഇപ്പോഴും ഈ മെഷീനിൽ കിട്ടാത്തത് പോലും ഉരച്ച് നോക്കിയാൽ കിട്ടുന്ന ഒരു രീതിയുണ്ട്. അത് പഠിക്കുന്നത് അവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ ഡയമണ്ട്സ് ഒരു പണ്ടൊക്കെ മെഷീനറി ഇല്ല, അതിൻ്റെ ക്വാളിറ്റി, കളറ്. അന്നൊക്കെ ഐ ഗ്ലാസ് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കും. അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിനേക്കാൾ ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. ക്വാളിറ്റി നോക്കും, കളർ നോക്കും, അങ്ങനെയുള്ളതുണ്ട്. ഇപ്പോഴൊക്കെ മെഷീനറി ഉണ്ട്. അവരെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരും അതിനെപ്പറ്റി ഇപ്പോൾ രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം, അത് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട്. അങ്ങനെയുള്ള രീതി കൊണ്ടുവന്നതിന് വേണ്ടി പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് സ്റ്റോക്ക് വേണം എന്നുള്ള രീതിയാണ് നമുക്കിപ്പോഴും കൺസേണായിട്ട് വന്നിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഒരു കൊല്ലം നമ്മളിപ്പം കർണാടകയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ നമുക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിനെപ്പറ്റി അവിടുത്തെ സ്ഥലങ്ങളെപ്പറ്റി നമുക്ക് അധികം അറിവ് വേണം. ഇപ്പോഴത്തെ പണ്ടൊക്കെ ഇപ്പോഴും പറയുന്നത് ഒരു ഹോട്ടലാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പൂരി അതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ ജുവലറിയെ സംബന്ധിച്ചുള്ളത് നമ്മുടെ കേരളത്തിലോ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ട്രിവാൻഡ്രത്തുള്ളതല്ല ആറ്റിങ്ങലിലെ ആൾക്കാരുടെ ടേസ്റ്റ്. ആറ്റിങ്ങലിലുള്ള ആൾക്കാരുടെ അല്ല കൊല്ലത്ത്. അത് അവർ ഓരോ ടൗണിലെയും ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഷോറൂമിൽ വെച്ചാൽ ഡിമാൻഡ് വരികയുള്ളൂ. ഡിമാൻഡ് വരിയില്ലെന്നല്ല, മാക്സിമം ഡിമാൻഡ് വരികയുള്ളൂ. അതിന് നമുക്ക് മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഓരോ വീട്ടിലെ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്ത് സ്റ്റോറിൽ വയ്ക്കണം. അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു സക്സസ് എന്ന് ഞാൻ പറയാം. അത് നമ്മൾ മാക്സിമം എടുക്കണം. ഈ സക്സസ് നമ്മൾ ഇത് മാത്രമല്ല, ഡിസൈൻ മാത്രമല്ല, ഫിനിഷിങ് കറക്റ്റായിരിക്കണം. പണ്ടൊക്കെ പ്യൂരിറ്റിക്കാണ് മെയിൻ. അന്ന് വച്ച് നോക്കാനുള്ളത്. ഇപ്പം മെഷീനുകളുണ്ട്. ഇപ്പം അതല്ലാണ്ട് തന്നെ, ഈ പ്യൂരിറ്റി അല്ലാണ്ട് തന്നെ ഡിസൈൻ, ഇവിടുത്തെ ഡിസൈൻ, ആറ്റിങ്ങലിലെ ഡിസൈൻ, ആലപ്പുഴയിലെ ഡിസൈൻ, കൊല്ലത്തെ ഡിസൈൻ അനുസരിച്ച് ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് മാനുഫാക്ചർ ചെയ്ത് സ്റ്റോറിൽ വയ്ക്കണം. അതല്ലാണ്ട് ഫിനിഷിങ് പെർഫെക്റ്റ് ഡിസൈൻ ആയിരിക്കണം. സ്ട്രെങ്ത്ത് മാല ഒരു 5 പവൻ്റെ മാല 10 പവൻ്റെ മാലയോ, 1 പവൻ്റെ മാല മാക്സിമം സ്ട്രെങ്ത്ത് എടുത്താൽ 5 കൊല്ലം 10 കൊല്ലം നിൽക്കും. 10 പവൻ്റെ മാല കെയർ ഇല്ലാണ്ട് എടുത്താൽ 1 കൊല്ലത്തിനും കേടായി പോകും. അതുകൊണ്ട് മാക്സിമം കെയർ എടുക്കുന്ന രീതി കൂടെ നമ്മൾ കൊണ്ടുവരണം. എന്നാലേ ആൾക്കാർക്ക് ഇവരുടെ നമ്മുടെ ഭീമായിൽ നിന്ന് സ്വർണ്ണം എടുത്താൽ 10 കൊല്ലം 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ കഴിഞ്ഞാലും അതിൻ്റെ സ്ട്രെങ്ത്തിനോ അതിൻ്റെ ബലത്തിനോ ഒരു പ്യൂരിറ്റി ഇപ്പോൾ പ്രശ്നമല്ല. ഇപ്പോൾ ഹാൾ മാർക്കിംഗ് ഉള്ളതുകൊണ്ട് സ്ട്രെങ്ത്ത്. പിന്നെ ഒരാൾ കണ്ടാൽ ഒരു കഴുത്തിൽ ഒരു നെക്ലേസ് കണ്ടാൽ വീട്ടിൽ അടുത്ത ഒരു കല്യാണത്തിന് പോകുമ്പോൾ അത് വരുന്ന ഗസ്റ്റെല്ലാം, കല്യാണത്തിന് ഗസ്റ്റെല്ലാം ഈ ഫാഷൻ ഡിസൈൻ നല്ലതാണ് എന്ന് പറയാനുള്ള രീതിയിലുള്ള ജുവലറി ആയിരിക്കണം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കണം. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 6 മാസം അവൻ്റെ 4 പവൻ്റെ നെക്ലേസ് എടുത്തു, ഇനി 5 പവൻ്റെ നെക്ലേസ് വന്ന് എടുക്കണം. അവൻ വരുമ്പോൾ ആ പാർട്ടി വരുമ്പോൾ ഒരു 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ അതേ ഡിസൈൻ വെച്ചിരുന്നാൽ ഇത് ഞങ്ങൾ കഴിഞ്ഞോണം മേടിച്ചാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട. അപ്പം അത് പറയാണ്ടിരിക്കാൻ പുതിയ ഡിസൈൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതി നമ്മൾ കൊണ്ടുവന്നാലേ ആൾക്കാർക്ക് ചിലവുകാരുള്ള ഒരു രീതി കൊണ്ടുവരാൻ പറ്റും. അതാണ് ബിസിനസിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. മറ്റൊരു രഹസ്യം സർ, ഇപ്പം പണ്ടൊക്കെ നമുക്ക് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുറേ ഒരു അറിഞ്ഞൂടാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് പണിക്കൂലി അല്ലെങ്കിൽ പണിക്കുറവ്, ടാക്സ്. അപ്പം നമുക്ക് അങ്ങനെ അറിഞ്ഞൂടാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഗോൾഡിന് എത്രയാണ് വില, പക്ഷേ ഗോൾഡ് വാങ്ങിച്ചിറങ്ങുമ്പോൾ ഇത്രയാകുന്നു. പക്ഷേ ഈ ഗ്യാപ്പ് ആർക്കും എന്താണെന്ന് അറിയില്ല. ബട്ട് നൗ കസ്റ്റമേഴ്സ് ആർ വെരി വെൽ അവെയർ ഓഫ് ഇതെന്താണ്, ഈ സ്വർണ്ണത്തിൻ്റെ വില ഇത്രയാണ്, പണിക്കൂലി ഇത്രയാണ്, GST ഇത്രയാണ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു
കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു ഗോൾഡ് ഇൻഡസ്ട്രിയിൽ. ഓൾസോ ഈ ഹോൾമാർക്കിങ്ങും അങ്ങനത്തെ കാര്യം, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പോൾ ഹോൾമാർക്കിനെ പറ്റി പണ്ട് ആർക്കും അറിയില്ല. ഇപ്പോൾ ഹോൾമാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് മിക്കവാറും ഇതിനെപ്പറ്റി സർ നടക്കണം ഇതിനെപ്പറ്റി അറിയാവുന്നവരെല്ലാം ഹോൾമാർക്കിംഗ് എന്താണെന്ന് നമുക്കറിയാം. പ്യൂരിറ്റി എന്താണെന്നുള്ളത് അവർക്ക് എങ്ങനെയാണ് പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് സിസ്റ്റം ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. പക്ഷേ പണ്ട് അതങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്ത കാലത്തും ഭീമയെ സംബന്ധിച്ചിടത്തോളം ഹോൾമാർക്കിംഗ് ചെയ്തൊരു ആവശ്യമേ ഇല്ല. പ്യൂരിറ്റി എപ്പോഴും ഏത് സമയത്ത് ചെക്ക് ചെയ്താലും നല്ല പ്യൂരിറ്റി 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ 22 ക്യാരറ്റ് നമ്മൾ അന്നും ഇന്നും എന്നും കൊടുക്കാറുണ്ട്. അത് ആർക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ജനറൽ പബ്ലിക്കിന് അറിയാം. അതുകൊണ്ട് ഭീമയെ സംബന്ധിച്ചിടത്തോളം ഹാൾമാർക്ക് ചെയ്തോ ഇല്ലെന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇത് എത്ര പവനാണ്, ഇത് എത്ര കൂലിയെന്ന് പോലും പണിക്കൂലി എത്ര ആവണമെന്ന് ചോദിക്കില്ല. അതൊക്കെ ന്യായമായിട്ടുള്ള പണിക്കൂലിയെ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ. ബാക്കി ജനറൽ ജുവലറിയിലേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് ഇത് എത്ര ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ തുണി എടുക്കുമ്പം 2 മീറ്റർ 3 മീറ്റർ എന്നിട്ട് ഷർട്ടോ ഇല്ലെങ്കിൽ വേറെ ഇത് ലേഡീസിൻ്റെ ഡ്രസ്സോ തയ്ക്കണേ അത് ചാർജ് കൊടുക്കണം. ഇതങ്ങനെയല്ല, ഉൾപ്പെടെയല്ലേ. അപ്പോൾ അതിന് എത്ര ചാർജ് ടെക്സ്റ്റൈലിൽ ഷർട്ടിന് എത്ര കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നൊരു പതിവ്, അല്ലെങ്കിൽ സാരിക്ക് ബ്ലൗസിന് ചൂരിദാറിന് എത്രയെന്ന് ചോദിക്കുന്ന പതിവ്. പക്ഷേ ഭീമയിൽ അവർ ജനറൽ പബ്ലിക്ക് 95% ആൾക്കാരും എത്ര പണിക്കൂലി അന്ന് ചോദിക്കുന്നൊരു പതിവും അന്നും ഇന്ന് തന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് ന്യായമായിട്ടുള്ളത് ചാർജ് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനൊരു വിശ്വാസം നമ്മൾ ചെയ്ത് എടുക്കാൻ ഒരുപാട് പഠിപ്പിച്ചെടുക്കാൻ കാലമെടുത്തു, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനും കാലമെടുത്തു. ഇപ്പോൾ അതങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഇപ്പോഴത്തെ സിസ്റ്റം ബാർകോഡ് ചെയ്തിട്ടുണ്ട്. ബാർകോഡ് ചെയ്യുമ്പം എത്ര പവനെന്ന് ചോദിച്ച് അത് വെയിറ്റ് അതിൽ കാണും. വിലയെന്ന് വെച്ചാൽ മെഷീന് അതിന് കാണിച്ച ഉടനെ അതിൻ്റെ വിലയായി. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ടാക്സ് എത്ര, പണിക്കൂലി എത്ര, കല്ലിൻ്റെ തൂക്കം എത്ര, കല്ലിൻ്റെ വില എത്ര എന്നെല്ലാം അത് ഡീറ്റെയിൽസ് വരും. അത് നോക്കിയ ഉടനെ എല്ലാവർക്കും മനസ്സിലാകും. അപ്പം അതിലും ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്കും ഒന്നും നോക്കണം. നമ്മൾ എത്ര വലുതെന്ന് വെച്ചാൽ അതിൻ്റെ ഹോൾമാർക്കിൻ്റെ ഇത് മെഷീൻ കാണിച്ചാൽ ഇതിൽ കമ്പ്യൂട്ടറിൽ കാണിച്ച ഉടനെ പ്രിൻ്റ് ഔട്ട് കിട്ടി. എല്ലാ ഡീറ്റെയിൽസും കണ്ടു നോക്കിയാൽ ഉടനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രിൻ്റ് ഔട്ട് ഡീറ്റെയിൽസ് അതിൽ ബ്രേക്കപ്പ് കിട്ടും. ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോഴും. പണ്ട് മറ്റേതൊക്കെ അങ്ങനെയല്ല. ഒരു പണിക്കൂലി എത്രയാണെന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിന് എത്ര പണിക്കൂലി എത്ര കല്ലുവില എന്ന് പറയണം. ഇപ്പം അതല്ല, ബട്ടൺ കമ്പ്യൂട്ടർ കാണിച്ച ഉടനെ പ്രിൻ്റ് ഔട്ട് കിട്ടി. അവർ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ നമ്മുടെ 100% ലിറ്ററസി കേരളമാണല്ലോ. അത് മനസ്സിലാക്കാനുള്ള യാതൊരു ബുദ്ധിമുട്ടും അവനില്ല. ആ സിസ്റ്റമാണ് നമ്മളും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. സർ, ഇപ്പോൾ വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എത്തിക്കൽ സോഴ്സിങ് ഓഫ് ഗോൾഡ്. എത്തിക്കൽ ആയിട്ട് സോഴ്സ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഗോൾഡിനാണ് എല്ലാവരും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ബിക്കോസ് അതൊരു ഇമോഷനാണ് മോർ ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഹൗ ഡു യു സോഴ്സ് ഗോൾഡ് എത്തിക്കലി ആൻഡ് സസ്റ്റൈനബിളി? See, you mean the rough gold or what? അതെ. See, there is a system of import of gold by the government. It is government gives the sanction to import gold for exported. That is not a different thing. For exported, they are eligible to import. For those who want the metal means the base material of gold. That London market is there. We can get it. Bombay market is there. London market is there. We can get the bullion from Bombay. Okay. Or from Trichy or Karnataka. Those who have got the import license, they import it. Okay. They pay the import duty and everything, keep the stock. Okay. So whatever we get, whatever we need, suppose I need 5 kilo or 10 kilo, there are about 15 to 35 dealers who deals in bullion. Okay. They'll be having the stock according to as per their requirement of the dealer. Okay. So we can keep in touch with them, find out the metal value per gram, how much will we be charging. Whoever gives the best rate, we have to have the
confirm with them, say I need 5 kilo or 10 kilo, whatever I need for today's production. About 10 kilos I am getting, 25 kilos I am getting. According to that, we have talked to them, fix up the rate. 10 kilo means we had to send them an amount by RTG. After receiving the amount, they will send it by courier. Okay. The next day, otherwise, if we are getting on hand delivery, we have to get it from either Bombay or Trichy or from Karnataka or Tamil Nadu. We can get it. If we are not in that station, those who are dealing in metal, they will send it by courier. സോ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ വർക്ക് ഫോഴ്സിനെ പറ്റിയാണ്. അപ്പം 30-35 വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള സ്റ്റാഫുണ്ട് സാറിന്. അപ്പം ഹൗ ഡു യു ഇൻസ്പയർ ദാറ്റ് കൈൻഡ് ഓഫ് ലോയൽറ്റി അമംഗ് യുവർ വർക്ക് ഫോഴ്സ്? See, we give them the basic lessons, how to deal with the customers, how to behave with them, how to talk to them, how to convince whatever the stock they need after seeing it, how it will be useful to them for daily wear, for occasional wear, for investment purpose. We explain to them. Some people, for their regular or daily wear ornament, those kind of detailed briefing is not needed. എനിക്ക് ഒരു പോയിന്റ് മാല അത് ശരി. എന്താ പറയാ, നമ്മുടെ വർക്ക് ഫോഴ്സിന്റെ ട്രെയിനിങ് ചോദിക്കുന്ന സാറ് എങ്ങനെയാണ് അവരെ അതെ ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം കൊടുക്കുമ്പോൾ ന്യൂ റിക്രൂട്ട്മെന്റ് ആൾക്കാരൊക്കെ they will be there with the team. How these people are, customers are briefed. Those who are having experience, എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു 10 പേര് പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ they will be watching, listening for quite a few days unless they are comfortable with the knowledge of the product. ഓക്കെ. Once they are comfortable with everything, they will be deputed to the counter. ഓക്കെ. Before deputing directly to the counter, they will be standing, they will be listening whatever the experienced staff are dealing with customer. ഒരാൾ 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അയാൾ എങ്ങനെ പെരുമാറുന്നു, how they are behaving with the customer, what are the details the customers have, they ask for, what are the enquiries, what are the doubts they have. It will be described by the concerned sales people. That those things are listened, watched by the new recruit. അപ്പം ജനറേഷൻസ് ആയിട്ട് സാറ് പകർന്നു കൊടുക്കുന്നത് പോലെ ഇവിടെയും ഓരോ സ്റ്റേജസിലായിട്ട് എംപ്ലോയീസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. കിട്ടുന്നത് വരെ ചിലർക്ക് ആദ്യത്തെ ഒരു മാസത്തേക്ക് they won't be comfortable. അത് 2 മാസം, അതിന് 3 മാസം കഴിഞ്ഞിട്ട് they are deputed independently as a customer, with a customer. They are deputed. അത് വാച്ച് ചെയ്യാനായിട്ട് previously experience ഉള്ള ആൾക്കാർ they will be watching whether he is performing properly. If he is not performing properly, again the experience is given to him, or അവരുടെ ഡൗട്ട് അത് ഈ ചെയ്ത് ശരിയല്ല, ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് വേ ടു ആൻസർ, കറക്റ്റ് ഇറ്റ് ഇൻ ദിസ് വേ ഇത് പറഞ്ഞു കൊടുക്കാൻ എക്സ്പീരിയൻസ് ആൾക്കാരെ കാണും. നമുക്ക് ഇതിനു മുമ്പ് അക്കൗണ്ട്സും സെയിൽസും HR-ലൊക്കെ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ കൗണ്ടർ ദേ വിൽ ബി ഗിവൺ ഫസ്റ്റ് 2-3 months അവരുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. ഹൗ ടു ബിഹേവ് വിത്ത് ദം, ഹൗ ടു ഡീൽ വിത്ത് ദം കസ്റ്റമേഴ്സ്. ആ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡെപ്യൂട്ടേഷൻ ടു ദ കൗണ്ടർ. ഇതൊക്കെ ആകുമ്പോഴേ മൊത്തത്തിലൊരു ബിസിനസ്സിൽ ഒരു പരിപൂർണത കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പം അത് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഇനിയും അതിന് 5-10% അപാകത വരാവാം എന്ന് നോക്കാൻ വി ആർ നൗ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് CCTV. ആ CCTVയിൽ ന്യൂ റിക്രൂട്ട്സിനെ എല്ലാവരും
ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആർ ദർ 2-3 പീപ്പിൾ. എല്ലാ കൗണ്ടേഴ്സിലും 10, 50, 60 CCTV കാണും. അതെല്ലാ കൗണ്ടറിലും നോക്കിയിട്ട് അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആണോ, വെദർ ദേ ആർ ഡൂയിങ് ഇറ്റ് എ പ്രോപ്പർ വേ, വെദർ സർവീസ് വിത്ത് ദ കസ്റ്റമേഴ്സ് ആർ ഓക്കെ, ചെക്ക് ചെയ്തിട്ട് അത് അവരെ എന്തെങ്കിലും അവർക്ക് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് വരും. എന്തായാലും ഒരു 100% ഒരു രീതി പെർഫെക്റ്റ് ആയി എന്ന് നമുക്ക് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം വിശ്വസിക്കാൻ പറ്റും. സർ വേറൊരു കാര്യം, സാറ് ഭീമ തുടങ്ങി ഓരോരോ ഷോറൂമുകളായി തുറന്നു. ഇത് എപ്പോഴാണ് സാറിന് ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു ലെഗസി ആയി മാറുകയാണ് എന്ന് തോന്നുന്ന ആ ഒരു സമയമുണ്ടായി? എപ്പോഴാണ് അത് തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പം പുതിയതായിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്, നമ്മുടെ ഷോറൂംസ് എല്ലാം ഉണ്ട്. ഈ പുതിയൊരു ഷോറൂം ഇപ്പം പ്ലാനിങ് ഡിഫറെൻറ്റ് വേ. ഇപ്പം സൗത്തിലൊക്കെ നമുക്ക് ഏകദേശം എല്ലാം ഒരുപാട് ഷോറൂംസ് ഉണ്ട്. നോർത്തിലായാലും നോർത്തിൽ വന്നാൽ ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദിസ് ബ്രാൻഡ്. അപ്പം അത് നമ്മൾ എങ്ങനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, മനസ്സിലാക്കി നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കണം എങ്ങനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം അമുൽ ബട്ടറോ മിൽക്കോ ഇസ് ഫെമിലിയർ വിത്ത് എവരിബഡി. ഇവിടെയൊക്കെ ഉണ്ട്. നോർത്തിൽ അത് വേറെ ബ്രാൻഡായിരിക്കും. അത് ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ പറ്റിയതാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു രീതി കൊണ്ടുവരും. അതിന് ആദ്യമായിട്ട് കുറേ പാഠങ്ങൾ ഇതിൽ ഇപ്പോഴത്തെ കാലത്ത് പരസ്യമുണ്ട്. അതിനേക്കാൾ ഇപ്പം അതിനേക്കാൾ വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് മാക്സിമം ആൾക്കാർ പത്രത്തിൽ വരുന്ന പരസ്യത്തിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, അതിലൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കണക്കിൽ, എൻ്റെ കാൽക്കുലേഷൻ അത് ശരിയാണ്. എനിക്ക് പറയുന്നതിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ അത് നിങ്ങളും നിങ്ങളും പറയണം ശരിയാണോ അല്ലയോ. സർ ഭീമ ഫ്രം വെരി ഹംബിൾ ബിഗിനിങ്സ്, അത് കഴിഞ്ഞ് ഒരു സ്റ്റോർ, 2 സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോഴ്സ്. അറ്റ് വാട്ട് പോയിന്റ് ഡിഡ് യു ഫീൽ ലൈക്ക് യു ആർ നോട്ട് ബിൽഡിംഗ് എ ബിസിനസ് but you're building a legacy? See, building a business is not a big thing. Building a legacy is something very great. We should be because it has got a lot of pain to bring up the legacy. You have to be very patient. Okay. You have to understand the overall picture of the business. And whoever, there may be customers, there may be media people, there may be official people from the government also, who are asked the questions, who are about, they will be having different kind of doubts to know the thing, how to go ahead with. You have to be study, you have to be thorough with everything. Then you'll be able to be successful, and growing is the main thing. Growing to a higher level, building a level. You will be starting will be average minimum level. Up and goes by. You have to be very thorough with everything. That takes a lot of pain, strain, and you need patience also. Whoever asks the doubts, they will have the different kinds of people. Have different kinds of doubts. You have to satisfy them with giving the ആൻസേഴ്സ്. എനിക്ക് ഇത് അറിയില്ല, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് വെരി സറോ. ഹിസ് ഇൻഫർമേഷൻ, നോളജ്, വാട്ട് എവർ ഹി ഗാതേർഡ് ഇൻ നോട്ട് അറ്റ് ഓൾ സഫിഷ്യന്റ് ഫോർ എ ബിഗ് ബിസിനസ്, ഫോർ ബിഗ് ലെഗസി. Then only legacy will be going up. That's the main thing. You have to thorough, patiently you have to go for each and every part of the entire thing. That then only the legacy strength will be good. That's it. There are a lot of people who are trying to build businesses. Like entrepreneurship, എല്ലാവർക്കും ഇപ്പം ഒരു കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന ദൂരത്തുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെയുള്ള ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ
എന്താണ് ഒരു ഉപദേശം? So before expansion or starting a business, if Pandaka we had to be in the business, we had to study after getting into the business. By experience only, we can start grow. Ipadalla. People are now very much thorough with everything, even the customers. All the business people has to answer them properly. Customers will ask you so many doubts. They will have so many doubts. Even jewelry തന്നെ from 22 is now this thing is there. 21 is allowed now. 18 carat is allowed. 9 carat is also allowed to manufacture and sell. What's the difference between 22, 18, 14 and 8 carat? General businessman won't know to explain, to reply properly. If the customers are very much thorough than the general dealer, so if you have to grow in a bigger manner, if you the legacy should be stronger, you should thorough with everything before getting into the business. That's the main. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചാൽ അരിച്ചിര പഠിക്കാം, കായിക്കാൻ പഠിക്കാം, ABCD പഠിക്കാം. പക്ഷേ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നത്. ഇപ്പം അതല്ല, 1ാം ക്ലാസ്സിൽ തന്നെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പഠിക്കണം. പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഈ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനില്ല. പക്ഷേ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ, പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചാൽ we can grow like You miss it. That's the behind the curtain. Behind the curtain story. ഭീമ ഇപ്പം 100 വർഷമായി. ഒരു 50 വർഷം കൂടെ കഴിയുമ്പോൾ ഭീമ എന്താവണം എന്നാണ് സാറിൻ്റെ മനസ്സിൽ? ഭീമ ഇപ്പോഴുള്ള ഷോറൂംസ് മാക്സിമം നമ്പർ കൂട്ടണമെന്നല്ല എൻ്റെ മനസ്സിലുള്ളത്. മാക്സിമം ആൾക്കാരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി കേറ്റർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകണം. ഇപ്പം 50, 100, 200, 300 ഷോറൂം തുടങ്ങുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ IPO ഉണ്ട്, ഫൈനാൻസ് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും. ഭീമ ചോദിച്ചപ്പം 5,000 10,000 കൂടി തരാൻ ആൾക്കാർ റെഡിയാണ്. പക്ഷെ അങ്ങനെ മേടിച്ചിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമില്ല. യു ഷുഡ് ബി ഏബിൾ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ. അവർക്ക് ജുവലറി ഭീമയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ യാതൊരുവിധ അല്ലലും ഇല്ലാണ്ട്, യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് ദേ ക്യാൻ സ്ലീപ്പ് അറ്റ് ദെയർ ഹൗസ്. വീട്ടിൽ സേഫ്റ്റി ഇല്ലെങ്കിൽ ദേ വിൽ കീപ്പ് ഇറ്റ് ദി ലോക്കർ. പക്ഷെ ആ ലോക്കർ മേടിക്കുന്നതും റെഗുലറായിട്ട് മേടിക്കുന്ന ഇത് ഉപയോഗിക്കുന്ന ഐറ്റംസ് വീട്ടിൽ വയ്ക്കുന്നതും വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് മാനേജ് ബൈ ദി സോ ദാറ്റ് കസ്റ്റമർ ദി വിൽ മാനേജ്. പക്ഷേ അവർ മേടിക്കുമ്പോൾ ഭീമയിൽ തന്നെ മേടിക്കുന്നതൊരു ആഗ്രഹത്തോടുകൂടി വരണമെങ്കിൽ ഈ ഹാവ് ടു സാറ്റിസ്ഫൈ ചെയ്യാവുന്ന എല്ലാ രീതിയിലുള്ള സൗകര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല പെർഫെക്റ്റ് ആകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയേണ്ട തന്നെ we will be able to satisfy them in different, we can expand. So the legacy that you want to take forward is customer satisfaction. Our satisfaction വേണം, എന്നാലേ ലെഗസിക്ക് ഒരു സ്ട്രെങ്ത് വരൂ. സർ, നമ്മളിപ്പോൾ കാണുന്ന വേറൊരു ട്രെൻഡാണ് ഓൺലൈൻ ഗോൾഡ് പർച്ചേസ്. ഒത്തിരി പേര് ഓൺലൈനായിട്ട് ഗോൾഡ് മേടിക്കുന്നു. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? കടയിൽ വന്ന് നമ്മൾ നോക്കി കണ്ട് വാങ്ങിക്കുന്ന ഗോൾഡും ഓൺലൈൻ മേടിക്കുന്ന ഗോൾഡും. I'm not saying that it is a wrong concept or a right concept, but I'm just asking you, how do you look at it? How do you see that trend? ഓൺലൈൻ സിസ്റ്റം ഇപ്പം പൊതുജനങ്ങൾക്ക് വളരെ കൺവീനിയൻറ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓൺലൈൻ സിസ്റ്റം. അതിൽ പ്ലസും മൈനസും കാണാം. പക്ഷെ പ്ലസ് എന്ന് വെച്ചാൽ ബാക്കി പ്രോഡക്ട്സ് ഇപ്പം ബ്രാൻഡഡ് ഐറ്റം, പേരുള്ള ഐറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അമൂൽ ഫുഡ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫുഡ് പ്രോഡക്ട്സ്, ജനറലി പബ്ലിക്കിന് അറിയുന്ന ഫുഡ് ദേ വിൽ ബൈ ഇറ്റ് ഓൺലൈൻ. അവർക്ക് ഒരു
5 കിലോമീറ്റർ 10 കിലോമീറ്റർ ദൂരമായിരിക്കാം. ഇപ്പോൾ പോയി മേടിച്ച് വരുന്നതിനേക്കാൾ ഓൺലൈൻ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് നെക്സ്റ്റ് ഡേ കിട്ടും. അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ജുവലറിയിൽ അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പേടിയുണ്ട്. അന്ന് ഓൺലൈനിൽ ഇപ്പം ബുള്ളിയൻ ഇല്ലെങ്കിൽ പവൻ കോയിൻ അതൊക്കെ ഓൺലൈൻ മേടിക്കുന്നതിന് അവർക്ക് ചെക്ക് ചെയ്ത് റേറ്റ് ചെക്ക് ചെയ്ത് മേടിക്കാം. പക്ഷേ ഓൺലൈനിൽ മേടിക്കുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അത് എങ്ങനെയിരിക്കും, ഈ അവർ ഹാൾമാർക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ അവർ പ്രോഡക്റ്റ് നല്ല ഫിനിഷിംഗ് ഉള്ളതാണോ, അല്ലെങ്കിൽ അത് നല്ല ഐറ്റത്തിൽ നല്ല സ്ട്രെങ്ത്തിലുള്ളതാണോ, ബ്രാൻഡ്സാണോ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ഭീമ എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണടച്ച് ഇപ്പോൾ ഇവിടെയുള്ള കേരളത്തിൽ ജനിച്ച് വളർന്ന് മാരേജായി സെറ്റിലായവർ ബാംഗ്ലൂർ കാണും, ബോംബെ കാണും, ഡൽഹി കാണും. അവർക്ക് ഇവിടെ നിന്ന് അവരുടെ ഗിഫ്റ്റ് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേക്കോ ഇല്ലെങ്കിൽ ആനിവേഴ്സറിക്കോ എന്തെങ്കിലും കൊടുക്കണമെന്നും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് വന്ന് മേടിക്കില്ല. അപ്പോൾ ഓൺലൈനിൽ ഇതേലും ഭീമ നോക്കണ്ട, അവിടെ പ്രോഡക്റ്റ് എന്ത് വേണമെങ്കിലും we can see the product, see the weight, see the finishing and rate. They are not bothered. ഓൺലൈനിൽ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് ഒരു 2-3 കൊല്ലത്ത് നോക്കുമ്പോൾ നല്ലൊരു ഗ്രോത്ത് ഓൺലൈൻ ബിസിനസ്സിനുണ്ട്, ജുവലറിക്ക് എസ്പെഷ്യലി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു പെർസെൻറ്റേജാണ് ഗ്രോത്ത് ഈ ഓൺലൈനിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ പറയും ഒരു കച്ചവടം, നമ്മൾ സാധനം മേടിച്ചു വെച്ചു, അത് സെല്ലായി പോകുമ്പം അതിൻ്റെ മാർജിൻ കാരണമാണ് നമുക്ക് ലാഭമുണ്ടാവുന്നത്. ഗോൾഡ് ഇസ് പ്രോബബ്ലി ദറ്റ് വൺ ബിസിനസ് ഇമ്മീഡിയറ്റ്ലി സെല്ലായി പോയില്ലെങ്കിലും ലാഭത്തിന് കുറവൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഒരു മോളെ കെട്ടിക്കാൻ 100 പവനാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് അത് പലർക്കും ആ 100 പവൻ എന്ന് പറയുമ്പോൾ 1 കോടിയായി. അപ്പം അതിൽ നിന്ന് ലൈക്ക് 50 സോവറിൻസ് അല്ലെങ്കിൽ 70 സോവറിൻസ് ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഡസ് ദാറ്റ് എഫക്റ്റ് യുവർ ബിസിനസ്? ഇപ്പം പണ്ട് ഒരു സാരി മേടിക്കുമ്പോൾ 5000 രൂപയുള്ള സാരി, ഇപ്പോൾ ആ 5000 രൂപയുള്ള സാരിക്ക് ചിലപ്പോൾ 10000 ആയിരിക്കാം. അവരുടെ കയ്യിൽ ആ 10000-ന് പകരം 5000 മേടിക്കും. പക്ഷെ അവനത് മേടിക്കുന്നതിന് മുമ്പ് അവൻ ആലോചിക്കും, ഈ 5000 രൂപയുടെ സാരി ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന 0 ആണ്, ഒന്നും കിട്ടുകയില്ല. പക്ഷേ ജുവലറി അല്ല. ആൾക്കാർ 100 പവൻ കൊടുത്ത മകൾക്ക് രണ്ടാമത്തെ മകൾ 10 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ മകൾക്ക് 100 പവൻ്റെ ഇപ്പോൾ കൊടുക്കാനുള്ള റേറ്റ് അനുസരിച്ച് ഈ പേരൻസ് അച്ഛന് പറ്റില്ല. അവൻ അന്ന് 100 പവൻ എത്രയാണ് കൊടുത്തത്? പക്ഷേ 50 ലക്ഷമാണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഈക്വലായിട്ടുള്ള വെയിറ്റ് ഇന്ന് എടുക്കും. ആ 50 ലക്ഷം മുടക്കിയതാണ്. അപ്പം 100 പവന് വരെ ചിലപ്പം അതിൻ്റെ പകുതി ആയിരിക്കാം. പക്ഷേ വാല്യൂ വൈസ് നോക്കുമ്പോൾ ഈ 50 പവനും അന്നത്തെ 100 പവനും ഈക്വലാണ്. പക്ഷെ അവന് പിന്നെയും സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് കിട്ടിയുള്ളൂ, ഇത് എനിക്ക് നഷ്ടമല്ലേ എന്നുള്ള ഒരു ചിന്ത ഇതിനെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കിയവർക്ക് ദേ ആർ നോട്ട് വറീഡ്. ബിക്കോസ് അവനൊരു 5 കൊല്ലം കഴിഞ്ഞ് ഈ 50 ലക്ഷത്തിന് വേണ്ടി തന്ന സ്വർണം അന്ന് എന്തെങ്കിലും അത്യാവശ്യം വീട്ടിലെ ഫിസിക്കൽ എന്തെങ്കിലും ഡോക്ടേഴ്സിനോ ഇല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസിനോ ഇല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷനുടെ ആവശ്യമുണ്ടെങ്കിൽ ഈ 50 പവനിൽ അത് 50 ലക്ഷത്തിൻ്റെ 25 ലക്ഷം 15 ലക്ഷം തന്നെ കൊടുത്താൽ അവൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത 15 ലക്ഷത്തിന് പകരം ഇന്ന് കിട്ടുന്നത് 25 ലക്ഷമായിരിക്കും. സോ ഈസ് ഹാപ്പി. അവന് പണിക്കൂലി കിട്ടി, GST കിട്ടി, ലാഭം കിട്ടി. വിത്തിൻ ആൻ അവർ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് ബാങ്ക് അക്കൗണ്ട്. പ്രോപ്പർട്ടി ആണെങ്കിൽ 6 മാസം 1 കൊല്ലം കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇത് 1 മണിക്കൂറിന് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു യുവർ ബാങ്ക് അക്കൗണ്ട്. ദാറ്റ് ഇസ് എ പ്ലസ് ഇൻ ബൈയിങ് ഇൻ ജുവലറി. ദാറ്റ്സ് വാട്ട് പീപ്പിൾ ഇത് അറിഞ്ഞവരൊക്കെ they will definitely keep on buying. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങോട്ടാ സ്വർണത്തിന്റെ വില പോകുന്നത്? അത് നമ്മുടെ ആരുടെ കയ്യിലല്ല. ട്രംപ് വിചാരിച്ചാലും പറ്റുന്നതല്ല, നമ്മൾ മോദിജി വിചാരിച്ചാലും പറ്റില്ല, ആരുടെയും കയ്യിലല്ല. അത് ലണ്ടൻ മാർക്കറ്റ് ഒരു റേറ്റ് ഉണ്ട്.
അത് കൂടി കുറയും. പക്ഷെ അതിൻ്റെ റേറ്റും ഞാൻ പറയുന്നത് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും നിശ്ചയിക്കുന്ന നമ്മുടെ ഒരു കമ്മിറ്റിയുണ്ട്. കേരളം ബേസ്ഡ് ആയിട്ടുള്ള 3 അംഗ കമ്മിറ്റി. ഐ എം ദി ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. കാലത്ത് 9 മണിക്ക് 9:15 മണിക്ക് റേറ്റ് കിട്ടും. പബ്ലിസൈഡ് ഇൻ കേരള മാർക്കറ്റ്. ഒരു 11 മണി ഇപ്പോൾ ദ സെയിം റേറ്റ് ഈസ് പബ്ലിസൈഡ് ബൈ അക്സെപ്റ്റഡ് ബൈ ദി ഓൾ ദി സദേൺ റീജിയൻ ജുവലേഴ്സ്. സൗത്ത് ഇന്ത്യ മുഴുവൻ അത് അക്സെപ്റ്റഡ് ബൈ ദി കേരള. നമ്മൾ ഫിക്സ് ചെയ്യുന്ന റേറ്റാണ്. ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്. ദേ ആർ സെല്ലിംഗ് ഓൺ ദാറ്റ് റേറ്റ്. പിന്നെ നമ്മളിപ്പോൾ വേറൊരു ട്രെൻഡ് കാണുന്നുണ്ട്, ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം സ്വർണത്തിന്റെ വില മാറും. ഡിപ്പെൻഡിങ്. ഇന്ന് കാലത്ത് റേറ്റ് $500 എന്നിരിക്കട്ടെ ഒരു ഔൺസിന്. അത് ഉച്ചയ്ക്ക് $50, ഒരു 30, 40, 50 രൂപ കൂടിയാൽ വി ഹാവ് ടു അക്സെപ്റ്റ് ആൻഡ് വി റിവൈസ് ദ റേറ്റ്. അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ 100 രൂപ കൂടുമ്പോൾ ഇവൻ വിൽക്കുന്ന സ്വർണത്തിന് പിറ്റേന്ന് കാലത്ത് മേടിക്കുമ്പോൾ he'll be getting the metal at a better, bigger rate, he'll be losing money. So we had പണ്ട് അങ്ങനെ ഇല്ല. ആ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വരുന്ന പോലെ വി ആർ accepting and changing the rate. That's the reason. So thank you, sir. Thank you so much. Thank you for being with Walk With Me. It's my pleasure. So we have so many, asked me so many questions. Your customers, your viewers have a lot of information they will get through this. I hope they will be happy with my explanation. Of course. Thank you so much, My sir. Thank you.